അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അങ്ങനെ ഷാർജ ബസ് സ്റ്റാൻഡിലിറങ്ങി ഞങ്ങൾ അവിടെ നിന്നും അബുദാബി ബസ് കയറാനായി നോക്കി. ടിക്കറ്റ് എടുക്കാനായി പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ബസ്സിൽ തന്നെ ടിക്കറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾ അതിൽ കയറിയാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ അബുദാബി ബസ്സിൽ കയറി. ഞാൻ ഗൾഫിൽ വന്നപ്പോൾ ആദ്യമായി അബുദാബിയിലേക്ക് പോകുമ്പോൾ അന്ന് ബസ്സിന് അബുദാബിയിലേക്ക് 25 ദിർഹംസായിരുന്നു ഷാർജയിൽ നിന്നും. ഇന്നിപ്പോൾ ഒരാൾക്ക് 35 ദിർഹംസായി. അങ്ങനെ 70 രൂപ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഒരുപാട് ദൂരങ്ങൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ ഇങ്ങനെ കാണാനായി തുടങ്ങി. ഷാർജ കഴിഞ്ഞു ദുബായിലെത്തി. ദുബായിലെ ഒരുപാട് കാഴ്ചകൾ, മാനം മുട്ടി നിൽക്കുന്ന മനോഹരമായ ഗോപുരങ്ങൾ, അതുപോലെ തന്നെ ബുർജ് ഖലീഫയും അതുപോലെ അതിനോടനുബന്ധിച്ച ഒരുപാട് കെട്ടിടങ്ങൾ. അതിമനോഹരമായ ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. തലേ ദിവസത്തെ ഉറക്കക്കുറവ് കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് മയങ്ങാനായി തുടങ്ങി. എങ്കിലും വിട്ടില്ല, കണ്ണുകൾ വിടർത്തി പിടിച്ച് കാഴ്ചകൾ കാണാൻ തന്നെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമായി കണ്ണുകൾക്ക് സന്തോഷം പകർന്നു. ഒരുപാട് കെട്ടിടങ്ങൾ, ആകാശം മുട്ടി നിൽക്കുന്ന ഈ കെട്ടിടങ്ങളെ കാണുമ്പോൾ പടച്ച തമ്പുരാനെ നമ്മൾ ഓർത്തുപോകും. അള്ളാഹു എത്രയോ മഹാനല്ലേ! പടച്ചവൻ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാനുള്ള കഴിവ് മനുഷ്യന് ബുദ്ധിയിലൂടെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അതിമനോഹരമായ കെട്ടിടങ്ങളും മറ്റു വസ്തുക്കളും മനുഷ്യർ പടച്ചു. മനുഷ്യർക്ക് അള്ളാഹു വിവേകബുദ്ധി കൊടുത്തു. മൃഗങ്ങൾക്കില്ലാത്ത ആ ബുദ്ധി മനുഷ്യന് പടച്ചവൻ തിരിച്ചു കൊടുത്തത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അവന് വേദനിപ്പിക്കാനോ വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാനും അവൻ്റെ വേദനകൾ ഇല്ലാതാക്കാനും വേണ്ടിയാണ് മനുഷ്യൻ അള്ളാഹു ബുദ്ധി നൽകിയത്. എന്നാൽ മിക്ക ആളുകളും ആ ബുദ്ധി മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ദുബായ് കഴിഞ്ഞു അബുദാബിയിലോട്ട്. മനോഹരമായ ഷെയ്ഖ് സായിദ് മസ്ജിദ് ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ അതിനോട് യാത്ര പറഞ്ഞു വീണ്ടും ദൂരങ്ങളിലേക്ക് പോയി. അവിടെ നിന്നും ആ കാഴ്ച ഒരുപാട് ഞങ്ങൾ നോക്കിയിരുന്നു. അതിമനോഹരമായ ആ വെളുത്ത മസ്ജിദ് കാണാൻ എന്തു മനോഹാരിത! എന്തായാലും ഇതൊക്കെ നിങ്ങളെ കൂടി കാണിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഉമ്മുൽ ഖുവൈനും അജ്മാനും ദുബായും കടന്ന് ഷാർജയും കടന്ന് ഞങ്ങൾ അബുദാബിയിലേക്ക് എത്തിയപ്പോൾ ഈ വക കാഴ്ചകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാനായി കഴിഞ്ഞതിൽ തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് സ്തുതി പറയുന്നു. അങ്ങനെ ഞങ്ങൾ അളിയൻ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് അടുത്ത യാത്ര. അവരുടെ വീട്ടിൽ നിന്നും അവർ താമസം 3 ദിവസത്തേക്ക് അവരുടെ കമ്പനി വക ഒരു രാജകൊട്ടാരം പോലെയുള്ള ഒരു ഹോട്ടലിലേക്ക് കിട്ടി. അവിടെയെല്ലാം അവർക്ക് ഫ്രീ ആയിരുന്നു. ഭക്ഷണവും അവിടെയുള്ള ചിലവെല്ലാം, ക്ലീനിങ് പോലും അവർ വന്ന് ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ശ്രദ്ധയോടുകൂടി അവർ ഓരോരുത്തരും അവരോട് പെരുമാറാൻ തുടങ്ങി. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ അവർക്ക് മനസ്സിലായില്ല ആരാണ് എന്താണ് എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ബ്രദർ ഇവിടെയുണ്ട്, ആളെ കാണാൻ വന്നതാണെന്ന്. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു കോൾ ചെയ്യാനുള്ള ബാലൻസ് ഒന്നും മൊബൈലിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അയാൾക്ക് ആ നമ്പർ കൊടുത്തു. വാച്ച്മാൻ നമ്പർ വാങ്ങി ഞങ്ങളിൽ നിന്നും അളിയൻ്റെ നമ്പർ വാങ്ങി ഫോൺ ചെയ്തു. അങ്ങനെ
അളിയൻ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ നിസാറിൻ്റെ ഭാര്യ മക്കളും കൂടെ വന്നു, ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ID കാർഡ് വാങ്ങി അവർ അവിടെ എഴുതി വെച്ചു. അതിനുശേഷം ഞങ്ങളെ വിട്ടു. ഞങ്ങൾ ആ റൂമിലേക്ക് പോയി. 18ാം നിലയിലായിരുന്നു അവരുടെ റൂം. അതിമനോഹരമായ കാഴ്ച. ഞങ്ങൾ ലിഫ്റ്റ് കയറി ആകാശത്തേക്ക് ഒന്നാണം പറന്നുയർന്നു. അവിടെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ ചെല്ലുമ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ളുഹർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ വുളു എടുത്ത് നിസ്കാരം കഴിച്ചു. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് മട്ടൻ ബിരിയാണിയും മറ്റും അവർ ഒരുക്കി വെച്ചു. അതും ഹോട്ടലിൽ നിന്നുള്ളത് തന്നെയായിരുന്നു. അബുദാബിയിലേക്കുള്ള യാത്രയുടെ 3ാം ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.